ഹേ ഗായ്സ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ കണ്ട പടം അതിരടിയാണ്. അരുൺ അനിരുദ്ധൻ്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ബേസിൽ ജോസഫും ടൊവിനോ തോമസും അഭിനയിച്ച നായകനാരോ വില്ലനാരോ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. എന്തായാലും അവർ തകർത്ത് അഭിനയിച്ച സിനിമയാണ് അതിരടി. ബേസിൽ ജോസഫിനെ ഇതേവരെ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ടോട്ടലി ഒരു മേക്ക് ഓവർ കൊടുത്തും അഭിനയ ശൈലി കൊണ്ടും എല്ലാം ഭയങ്കരമായി മാറ്റമുള്ളൊരു സിനിമയാണ് ഈ ഒരു അതിരടി. ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ പേരുള്ള ഈ ക്യാരക്ടറിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് വളരെ ഒരു കോളേജ് കാലഘട്ടത്തേക്ക് കാണിക്കാൻ വേണ്ടി അത്തരത്തിൽ ബോഡി ട്രാൻസ്ഫോം ചെയ്ത് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ട്രെയിലറിലും സോങ്ങിലും ഇഫ് യു നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കാണുന്ന പോലെ വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ലുക്കിലാണ് ബേസിലിനെ നമ്മൾ ഈ ഒരു സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുമ്പോഴത്തേക്കും ടൊവിനോയിലേക്ക് വരുമ്പോഴത്തേക്കും ഗാന ഗുണ്ട എന്നാണ് നമ്മളിതിൽ ടൊവിനോയെ പറയുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ് ഗുണ്ട ഒരു പാട്ടുകാരനായി ജീവിതം ഒതുങ്ങി സെറ്റിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ഗുണ്ട. അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ രണ്ട് അതായത് ഒരു നായകൻ നല്ല അടിപൊളിയായിട്ട് കോളേജ് ലൈഫൊക്കെ ആയിട്ട് ജീവിക്കുന്ന നായകൻ, ഒരു ഗുണ്ടയായ ഗായകൻ, ഇവരുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു ലിങ്ക് വരുന്നത്, ഇവരുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു ക്ലാഷ് വരുന്നത്? അതിന് കാരണക്കാരായിട്ട് പിന്നെ ഈ സിനിമയിലേക്ക് വരുന്ന വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും അങ്ങനെ തുടങ്ങി ഒരുപാട് താരങ്ങൾ, പിന്നെ നമ്മുടെ ഡെലൂലു ഒക്കെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് നമ്മുടെ അതിരടി. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്റ്റോറി ലൈൻ്റെ ഒരു ബേസ് മാത്രം ഞാൻ പറഞ്ഞു പോകാം. കോളേജ് ഫെസ്റ്റ്, നമ്മുടെയൊക്കെ കോളേജുകളിൽ ഫെസ്റ്റ് നടക്കാറുണ്ട്, ഫെസ്റ്റിന് വേണ്ടി നമ്മൾ ആളുകളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫെസ്റ്റിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ആളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിലെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഞാൻ കൂടുതൽ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സുഖം പോകും തിയേറ്ററിൽ കാണാനുള്ള. മൊത്തത്തിലൊരു കോളേജുമായി ബന്ധപ്പെട്ട് പിന്നെ ആ ഒരു മ്യൂസിക്കൽ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, അമ്പലങ്ങളിലൊക്കെ വെച്ച് ഗാനമേളകളും മറ്റും കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റോറിയാണ് ഇതിന്. ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ആ ഒരു ടൊവിനോ ചെയ്തിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രം എനിക്ക് പല രംഗങ്ങളിലും നമ്മുടെ കോട്ട മധുവായിട്ട് നമ്മുടെ പൃഥ്വിരാജ് ചെയ്തിരുന്നല്ലോ കാപ്പയിൽ. അപ്പോൾ ആ ഒരു സ്റ്റൈൽ പിടിച്ച് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പല രംഗങ്ങളിലും അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് ആ ഒരു കോസ്റ്റ്യൂം, ഒരു കണ്ണാടിയൊക്കെ വെച്ചൊരു പ്രത്യേക ശൈലിയിലാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ച് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ പേര് പറഞ്ഞ പോലെ ഗാനഗുണ്ട തന്നെയാണ് ഇതിനകത്ത്. പാട്ടൊക്കെ കാരണം എല്ലാം ഒതുക്കി വെച്ച് ജീവിക്കുന്നെങ്കിലും ഉള്ളിൽ ആ ഫയർ എപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ട്. ബേസിലോട്ട് വരികയാണെങ്കിൽ ബേസിൽ ആ ഒരു ടോട്ടൽ അവതാർ ചേഞ്ച് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ചേഞ്ച് കാരണം ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പക്ഷെ പല രംഗങ്ങളിലും ബേസിലിനെ ആ ഒരു കോളേജ് പയ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അറ്റ്ലീസ്റ്റ് എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നി. കാരണം നമുക്ക് ബേസിലിനെ പല സിനിമകളിലും കണ്ട് നമുക്ക് യൂസ് ടു ആണ്. ഒരു മിഡിൽ ഏജ് അല്ല, ഒരു 30 years അല്ലെങ്കിൽ 35 years ആ ഒരു ഏജിൻ്റെ ഒരു യൂസ് ടു ആണ്. സോ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് അങ്ങോട്ടങ്ങ് ദഹിക്കില്ല. ബേസിൽ അത്രയും ഒരു ലുക്കായിട്ട് ഒരു യങ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്കത് എന്തോ ഒരു പ്രോസ്തറ്റിക്സ് ഒക്കെ വെച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത പോലെ തോന്നും. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അഭിനയം വൈസ് രണ്ടുപേരും നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നസ്ലിനായിരുന്നു ബേസിൽ ചെയ്തിരുന്ന കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ ഇതിന് കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് വന്നേനെ. ഇതിലിപ്പോൾ ആ ഒരു ബേസിൽ ടൊവിനോ കോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു രീതിയിൽ അവർ ചെയ്ത്. എന്തായാലും അത് സക്സസ് ആയിട്ടുണ്ട്. തിയേറ്ററിൽ തുടക്കം മുതൽ നല്ല ചിരി ഉണ്ടായിരുന്നു. ചിരി മാത്രമല്ല, ഇതിനകത്ത് ആക്ഷനുണ്ട്, കോമഡി ഉണ്ട്, പിന്നെ കുറച്ച് ഇമോഷണൽ രംഗങ്ങളുണ്ട്, അങ്ങനെ പ്രണയമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോകുന്ന ഒരു പക്ക ക്യാമ്പസ് വൈബ്, പിന്നെ ഒരു അമ്പലപ്പറമ്പ് വൈബ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വന്നൊരു വൈബ് പടമാണ്. തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കാനുള്ളതുകൊണ്ട് എസ്പെഷ്യലി പടക്കളം പോലുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല എൻ്റർടൈനറായിട്ട് ഫീൽ ചെയ്യും. ഞാനൊരു ഭയങ്കര ക്രൗഡ് ഫീൽഡാണ്. എസ്പെഷ്യലി ഇതിപ്പോൾ നമ്മുടെ സിനിമ നാളെ ഒഫീഷ്യലി ഇറങ്ങുന്നേ ഉള്ളൂ. ഇന്ന് അതിന് മുമ്പത്തെ ഷോ ആണ്. ആ ഒരു ഷോയിൽ പോലും ക്രൗഡ് ഫീൽഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിനിമാക്കാരുടെ ആൾക്കാരൊക്കെ തന്നെയാണ് മിക്കവരും. സോ അവർ ക്രൗഡ് ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. ആ ഒരു വൈബ് എന്നിലേക്കും കണക്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ സിനിമ തിരക്കിടില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ കോമഡി മിക്കത് എനിക്ക് വർക്കായിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ചിലപ്പോൾ ഒരു ഒഴിഞ്ഞ തിയേറ്ററിൽ ആളും ബഹളമൊന്നും ഇല്ലാത്തപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് കണ്ട വൈബിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഈ സിനിമ ഭയങ്കര രസമാണ്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഒരുപാട് ഇതിനകത്തുള്ള ഫൈറ്റ് ആണെങ്കിലും മാസ് ആണെങ്കിലും എല്ലാം അതിരടി വെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അമ്മാതിരി പരിപാടിയാണ് ആ സിനിമയകത്ത് മൊത്തം വന്നിട്ടുള്ളത്. പിന്നെ 1-2 പാട്ടുകളൊക്കെ വന്നു പോകുന്നുണ്ട്. പാട്ടുകളൊക്കെ രസമാണ്. പിന്നെ ടൊവിനോ എല്ലാത്തിനേക്കാളും മേലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൊവിനോയുടെ ക്യാരക്ടറാണ്. എസ്പെഷ്യലി ആ ഒരു എന്താ പറയുക, ട്രിവാൻഡ്രം സ്ലാങ് പിടിച്ചിട്ട് പുള്ളി നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്, വൃത്തികേടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. കോട്ടമധുവിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ പിടിച്ചിട്ട് മൊത്തത്തിൽ ടൊവിനോ ആണ് പടം തൂക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇവരുടെ കുറച്ച് മാറൽ റെഫറൻസ് അങ്ങനെ ഒരുപാട് ജോക്സ് സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അത്തരത്തിലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു കോളേജ് എൻ്റർടൈനിങ്, ഒരു കോളേജിലേക്ക് ഒരു വൈബ് പിടിച്ച് പോകുന്നൊരു സിനിമയാണ്. ജെൻസിക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമയാണ്. സോ ഉറപ്പായിട്ടും ഇതൊരു
ഒരു 80 ക്രോസ് എങ്കിലും എന്തായാലും പിടിക്കും. അതിന് മേലെ പോകാനാണ് സാധ്യത. പക്ഷേ ഒരു 80 ക്രോസ് എന്തായാലും പിടിക്കും. കാരണം അതിനുള്ള പരിപാടി ഈ സിനിമയ്ക്കകത്തുണ്ട്. ജെൻസിക്ക് കയറി തിയേറ്ററിൽ പോയി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ചില കോമഡി കണക്റ്റ് ആവണം എന്നില്ല. പക്ഷേ എന്നാലും ബാക്കി യുവത്വത്തിന് പറ്റിയൊരു സിനിമയാണിത്. സോ എന്തായാലും ഞാനിത് കണ്ടു. എൻ്റെ അഭിപ്രായങ്ങൾ ഇതാണ്. എനിക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു തിയേറ്ററിൽ. നിങ്ങൾക്കും അതുപോലെ ഒരു നല്ല അനുഭവം കിട്ടട്ടെ. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ പറ്റിയാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.